ഏവർക്കും സൂചക സംഖ്യ അഥവാ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രതലത്തിലെ ഒരു പ്ലെയിനിലെ ബിന്ദുക്കളെ കുറിച്ചാണ്. ഒരു പ്രതലം, ഒരു തലം തൊടാൻ പറ്റുന്ന സ്ഥലം, ഇതിലെ ഏതൊരു ബിന്ദുവിന്റെയും സ്ഥാനം തിരശ്ചീനവും ലംബവുമായ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായ രണ്ട് രേഖകൾ കൊണ്ട് സൂചിപ്പിക്കും. ഈ തിരശ്ചീനമായി പോകുന്ന ഹൊറിസോണ്ടലായി പോകുന്ന ലൈനെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് അക്ഷം എന്നും ലംബമായി പോകുന്ന വെർട്ടിക്കലായി പോകുന്ന ലൈനിനെ ഈ ആക്സിസിനെ വൈ അക്ഷം അല്ലെങ്കിൽ വൈ ആക്സിസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, എക്സ് അക്ഷവും വൈ അക്ഷവും കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിനെ ആധാര ബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയും. ഓക്കെ, ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ്, എക്സ് അക്ഷവും വൈ അക്ഷവും, ഇതിന് ആധാര ബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയും. എക്സ് അക്ഷത്തിൽ വലതു ഭാഗം പോസിറ്റീവും ഇടതു ഭാഗം നെഗറ്റീവുമായി. വൈ അക്ഷത്തിലോ മുകൾ ഭാഗം പോസിറ്റീവും താഴ്ഭാഗം നെഗറ്റീവുമായി. അപ്പോ ഈ സ്ഥലത്ത് എവിടെ ഒരു ബിന്ദു ഉണ്ടെങ്കിൽ ഏതൊരു ബിന്ദുവിന്റെ സ്ഥാനം നമുക്ക് കാണാൻ കഴിയും. ഏതൊരു ബിന്ദുവിന്റെ സ്ഥാനം കാണുമെങ്കിൽ ആ ബിന്ദുവിൽ നിന്ന് എക്സ് ആക്സിലേക്കും വൈ ആക്സിലേക്കും, എക്സ് അക്ഷത്തിലേക്കും വൈ അക്ഷം, അപ്പൊ ഈ ബിന്ദു ആണെങ്കിൽ ഇവിടുന്ന് എക്സിലേക്കും വൈയിലേക്കും വരണം. അപ്പോൾ രണ്ട് ബിന്ദുക്കൾ കിട്ടും. ആ ബിന്ദുക്കളെ ഒരു പെയറായിട്ട് ജോഡിയാക്കി ചെയ്താൽ ആ ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് സൂചക സംഖ്യ കിട്ടും. ഓക്കെ, അപ്പോ ഇവിടെ നിന്നും ഒരു യൂണിറ്റ്, ഒരു സെന്റിമീറ്റർ വീതം എടുക്കുക. ഇത് 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്നുണ്ട്. 5 വരെ പഠിക്കുന്നു. ഇങ്ങോട്ടും അതുപോലെ, പക്ഷെ ഇങ്ങോട്ട് നെഗറ്റീവ് ആണ്. 1, 2, 3, 4 ഒക്കെ നെഗറ്റീവ് ആണ്. -4, -3, -2, ഓക്കെ, അങ്ങനെ പോകുന്നു. മുകളിലേക്ക് ഒരു സെന്റിമീറ്റർ വേണം. പോസിറ്റീവ് ആണ്. വൈയുടെ മുകൾ ഭാഗം പോസിറ്റീവ്, വൈയുടെ താഴ്ഭാഗം നെഗറ്റീവ്. -4, -3, -2, അപ്പോ എക്സ് ആക്സിസ് വലതു ഭാഗം പോസിറ്റീവും ഇടതു ഭാഗം നെഗറ്റീവുമായി. ഓക്കെ, വൈ ആക്സിസ് മുകൾ ഭാഗം പോസിറ്റീവ്, താഴ്ഭാഗം നെഗറ്റീവ്. ആരോ മാർക്ക് ഉണ്ട്, അതുകൊണ്ട് ഇതിവിടെ അവസാനിക്കുന്നില്ല, അത് അങ്ങനെ പോകുന്നു എന്ന് അർത്ഥം ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് കാണുകയും സൂചക സംഖ്യ കാണുകയും അവിടെ നിന്നും എക്സ് അക്ഷത്തിലേക്കും വൈ അക്ഷത്തിലേക്കും വരാം. അപ്പോ ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യ കിട്ടുന്നത് അറിയണമെങ്കിൽ ഇവിടുന്ന് എക്സ് ആക്സിലേക്ക് വരക്കുക, വൈ ആക്സിലേക്ക് വരക്കുക. എക്സ് ആക്സിലേക്ക് നേരെ വരക്കുക, അതുപോലെ വൈയിലേക്ക് നേരെ വെച്ചതാ അല്ലെ. അപ്പൊ ഈ വരുന്നത് 3ലേക്കാണ്, ഈ വരുന്നത് 2ലേക്കാണ്. സോ 3,2 ഇതാണ് ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ്. ഈ ബിന്ദുവിന്റെ കാണണമെങ്കിൽ ഇവിടുന്ന് ആദ്യം എക്സിലേക്ക് വരണം. ഇതല്ലേ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടെ നിന്നും ആദ്യം എക്സിലേക്ക് വരച്ചത് നേരെ പോകുന്ന എടുക്കാൻ നോക്കും. -1 കറക്റ്റ് എടുക്കാൻ ചിലപ്പോ -1 പോയിന്റ് ഒക്കെ വരും, ചിലപ്പോ കുറച്ച് അപ്പുറത്തോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നേരെ വരക്കാം -1ലേക്ക് അല്ലെ. പിന്നെ ഇവിടെ നിന്നിട്ട് വെച്ചാലോ -3. അപ്പൊ ആദ്യം എക്സിന്റെ പോയിന്റ് ചെയ്ത -1, പിന്നെ -. ഈ ബിന്ദുവിന്റെ കാണണമെങ്കിൽ, ഈ ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ ഇവിടുന്ന് എക്സിലേക്ക് വരക്കാം. എക്സിലേക്ക് നേരെ വരക്കാം. +5 അല്ലെ. വൈയിലേക്ക് നോക്കിയാൽ ഒരു -4 ഉണ്ട്. സോ +5, -4. ഇതിന്റെ കിട്ടണമെങ്കിൽ ഇവിടെ നിന്നും എക്സിലേക്ക് വരാം. എന്തായാലും എക്സിലേക്ക് -3.2 അല്ലെ. -3 -4 അടിയിൽ കൊടുക്കുക വരും. അങ്ങനെ -3.2 കൊടുക്കണം. പിന്നെ ഈ ചെല്ലുന്നത് 5ലേക്കാണെങ്കിൽ 5, അല്ലെങ്കിൽ 4.9ക്കാണെങ്കിൽ 4.9. ഇതാണ് ആ ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യ. അപ്പോ ഒരു ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് കാണാൻ ആ ബിന്ദുവിൽ നിന്നും എക്സ് ആക്സിലേക്കും വൈ ആക്സിലേക്കും പെർപെൻഡിക്കുലർസ് ലംബങ്ങൾ വരണം. വെറുതെ വെച്ചാൽ പോലെ, ഇങ്ങോട്ട് വെച്ചാൽ പോലെ. എക്സ് ആക്സിന്റെ എവിടെ വരണോ, ഇവിടുന്ന് 90 ഡിഗ്രി ആകുന്ന പെർപെൻഡിക്കുലേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന രണ്ട് നമ്പേഴ്സുകൾ ഒരു പെയർ ആക്കിയത് ആദ്യം എക്സിന്റെ ആണെങ്കിലും പിന്നെ വൈയിൽ കിട്ടുന്ന നമ്പർ എഴുതാം. അതിനെയാണ് ആ പോയിന്റ് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യ എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇവിടെ എക്സ് ആക്സും വൈ ആക്സും ചേർന്നിട്ട് ഈ ഒരു പ്രതലത്തെ, ഈ ഒരു തലത്തെ പ്ലെയിനിനെ 4 ഭാഗങ്ങളാണ് കുറിച്ചത്. ഇതിനെ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതിനെ രണ്ടാമത്തെ സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, 4 ക്വാഡ്രന്റ്സുകളാണ്.
അല്ലെങ്കിൽ ചതുർത്ഥാംശങ്ങൾ. ഫസ്റ്റ് ഒന്നാമത്തെ ചതുർത്ഥാംശം, രണ്ടാമത്തെ, മൂന്നാമത്തെ, 4 ഭാഗങ്ങളാക്കും. ഓക്കെ, ഇതിനെ ഒന്നുണ്ട് കേട്ടോ, ഇങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് 1 ഇങ്ങോട്ട് 2 ഇങ്ങനെയല്ല, 1 രണ്ടാമത്തെ, മൂന്നാമത്തെ, 4. ഈ ഒരു ക്വാഡ്രന്റിന്റെ പ്രത്യേകത, ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രത്യേകത, ഈ ക്വാഡ്രന്റ് നിങ്ങൾ ഏതൊരു പോയിന്റ് എടുത്താലും ഇതിന്റെ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം എടുക്കുക, ആദ്യം എക്സ് ആക്സിലേക്ക് വരും അല്ലെ. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടും. ആ നമ്പർ ഈ ലൈനിലായിരിക്കും, ആ നമ്പർ ഈ ലൈനിലായിരിക്കും എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഇവിടെ എക്സ് ആക്സിന് വലത് ഭാഗം പോസിറ്റീവും ഇടത് ഭാഗം നെഗറ്റീവ് അല്ലേ. വൈയുടെ മുകൾ ഭാഗം പോസിറ്റീവ്, താഴ്ഭാഗം നെഗറ്റീവ്. അതായത് ഈ 4 കഷ്ണങ്ങൾ നോക്കുക, ഇത് രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള കഷ്ണങ്ങളാണ്, ഇതും നെഗറ്റീവാണ്. അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണുമ്പോൾ ഈ ഒന്നാമത്തെ ക്വാഡ്രന്റിലെ ഈ ഒരു ചതുർത്ഥാംശത്തിൽ ഈ ഒരു റൂമിലെ ഒരു പോയിന്റ് കോർഡിനേറ്റിലാണെങ്കിൽ അവിടെ നമ്മൾ എക്സിലേക്കാണ് വരക്കുക ആദ്യം, പിന്നെ വൈയിലേക്ക് വരക്കുക. ഈ റൂമിൽ എവിടെ വെച്ചാലും പോസിറ്റീവാണ് കിട്ടുക, പിന്നെ ഇങ്ങോട്ട് വെച്ചാലും പോസിറ്റീവ് അല്ലെ. ഈ പോയിന്റ് എങ്ങനെ കാണാം, ഇവിടെ നേരെ താഴേക്ക് വരും, എക്സിലേക്ക്, എക്സിന്റെ പോസിറ്റീവിലേക്ക് വരിക, ഇത് വൈന്റെ പോസിറ്റീവ്. അപ്പോ ഈ ഒരു റൂമിന്റെ പ്രത്യേകത അവിടെയുള്ള 2 നമ്പറും പോസിറ്റീവ് ആയിരിക്കും. കണ്ടോ, 3,2. വേറെ കണ്ടോക്കാം, ഇങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചേക്കാം, പ്ലസും ആയിരിക്കും ഈ ക്വാഡ്രന്റിലെ എലമെന്റ്സ്, പോയിന്റ്സുകളുടെ ആ പോയിന്റിന്റെ സൈനുകൾ, ചിഹ്നങ്ങൾ. ഓക്കെ, ഇനി ഈ പോയിന്റിന്റെ ഇത് രണ്ടാമത്തെ ക്വാഡ്രന്റ്. ഇതിലെ ആളുകളുടെ പ്രത്യേകത ഇവിടുന്ന് ഇതിന്റെ കോർഡിനേറ്റ് ആണെങ്കിൽ നേരെ എക്സിലേക്ക് വരും അല്ലെ. അപ്പൊ നമുക്ക് നെഗറ്റീവ് കിട്ടും. പിന്നെ വൈയിലേക്ക് അല്ലേ, അപ്പൊ മൈനസ് കോമ പ്ലസ് ആയിരിക്കും എന്ത് ഈ റൂട്ട്. ഈ രണ്ടാമത്തെ ഇവിടെ നോക്കാം, നേരെ വരിക നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്. ഇവിടെ നോക്കാം, നെഗറ്റീവ് പോസിറ്റീവ്. കണ്ടാ, ഇനി ഇതില് ഇവിടുത്തെ പോയിന്റ് കോർഡിനേറ്റ് ആണെങ്കിൽ ആദ്യം എടുക്കുന്നത് എക്സിലേക്ക് വരും, എവിടേക്കെങ്കിലും വെച്ചത് എക്സിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ഒക്കെ വരും അല്ലെ. പിന്നെ എഴുതോ, അത് നെഗറ്റീവ് കോമ നെഗറ്റീവ് ആയിരിക്കും. കണ്ടോ, ഇവിടെ കാണാം നമ്പേഴ്സ്. ഇനി ഇവിടുന്നാണെങ്കിലോ ആദ്യം എക്സിലേക്ക് പോസിറ്റീവ്, പിന്നെ വൈയിലേക്ക് പ്ലസ് കോമ മൈനസ് ആയിരിക്കും. ഇത് പ്ലസും ആയിരിക്കും, ഇത് മൈനസ് പ്ലസ്, ഇത് മൈനസ് മൈനസ്, ഇത് പ്ലസ് മൈനസ്. ഇത് രണ്ടും പോസിറ്റീവ് ആണ്, ഇത് രണ്ടും നെഗറ്റീവ്. ഇത് മൈനസ് ദെൻ പ്ലസ് ആണ്, ഇത് പ്ലസ് ദെൻ മൈനസ് ആണ്. മാറാൻ പാടില്ല. അപ്പോ ഒരു കോർഡിനേറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഏതിലാ വരുന്നത്. 2 പോസിറ്റീവ് ആണെങ്കിൽ ഒന്നാമത്തേൽ, 2 നെഗറ്റീവ് ആണെങ്കിൽ മൂന്നാമത്തേൽ, മൈനസും പ്ലസും ആണെങ്കിൽ രണ്ടാമത്തേൽ, പ്ലസും മൈനസും ആണെങ്കിൽ നാലാമത്തേൽ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് കോർഡിനേറ്റ് എങ്ങനെ കാണാം, അവിടെ എക്സിലേക്ക് വരിക, പിന്നെ വൈയിലേക്ക് വരിക. എക്സിലേക്കും 1 ആണ്, വൈയിലേക്കും 1, 1 1. ഇവിടെ ആണെങ്കിലോ 2 1 3 1 അല്ലെ. ഈ എക്സ് എക്സും വൈ എക്സും കൂട്ടിക്കൊണ്ടാ ഇത് 5 4 3 2 1. ഈ ലൈൻ മാത്രം എഴുതുക, 5 4 3 2 1 അല്ലെ. പിന്നെ ഇത് 0 -1 -1 ആണ്. അപ്പൊ ഇത് എക്സ് ആക്സിന്റെ പോസിറ്റീവ് നെഗറ്റീവ്, അപ്പൊ ഇത് എക്സ് ആക്സിൽ ഇത് 0 ആണ് അല്ലെ. 5 4 3 2 1 പിന്നെ 0 പിന്നെ -1 വരെ. അപ്പൊ ഇത് എക്സിന്റെ 0 ആണ്. അതുപോലെ 4 3 2 1 പിന്നെ 0 ആണ്. അപ്പൊ അത് വൈന്റെയും 0. അതായത് എക്സിന്റെയും വൈന്റെയും 0 ആണ്. ഇവിടുത്തെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യ 0,0 ആയിരിക്കും. എക്സ് ആക്സും വൈ ആക്സും 0 കേട്ടോ. ഈ ഒറിജിനല്ലേ, ഇതിന് ആധാരത്തിൽ തന്നെ ഒറിജിനൽ അവിടുത്തെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യ 0,0 ആയിരിക്കും. ഇനി ഇവിടുത്തെ 1 ആണ്, ഇത് 2 ആണ്, 3 ആണ്. ശരിക്ക് ഈ ഒരു പ്ലെയിനിൽ ഏതൊരു പോയിന്റ് കോർഡിനേറ്റ്സ് പറയുമ്പോൾ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 2 ആളുകളുണ്ടാവും. അപ്പൊ ഇത് 1 മാത്രമല്ല, ഇത് 2 നല്ല കറക്റ്റ് ആയിരിക്കും. ഒരു പോയിന്റ് കോർഡിനേറ്റിന് എക്സിലേക്ക് വൈയിലേക്ക് വരണമെന്നല്ലേ ഇതിന്റെ കോർഡിനേറ്റ് കറക്റ്റ് പറയുന്നത്. ഇതിന്റെ കാണുന്ന എക്സിലേക്ക് വൈയിലേക്ക് വരച്ചാൽ 2 നമ്പർ കിട്ടും, ഇതിന്റെ ആണെങ്കിൽ എക്സിലേക്ക് വൈയിലേക്ക് കിട്ടും. അതുപോലെ ഇതിന്റെ കോർഡിനേറ്റ് കറക്റ്റ് പറയണമെങ്കിൽ ഇവിടുന്ന് എക്സിലേക്ക് വരക്കുക, പിന്നെ വൈയിലേക്ക് വരക്കുക. ഇവിടുന്ന് എക്സിലേക്ക് വരക്കുക എന്ന് പറഞ്ഞാൽ എക്സിലേക്ക് വരക്കുന്നതല്ല എക്സ്. അപ്പൊ അതിലേക്ക് വരക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോയിന്റ് ഓൾറെഡി എക്സിൽ തന്നെ അല്ലേ. അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് കറക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ എക്സിലേക്ക് വരച്ചാൽ എവിടുത്തെ വരാം, വരക്കേണ്ട ആവശ്യമില്ല, അവിടെ നിൽക്കില്ല. അത് എത്രയാണ്, 1. പിന്നെ ഇവിടുന്ന് വൈയിലേക്ക് വരക്കണതല്ലേ, വൈ ഈ വരയിലേക്ക് വരച്ചോക്കെ എവിടെ വരാം, എവിടെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചോക്കാം അല്ലെ, എവിടെ വരാം 0. അപ്പൊ ഇത് 1 അല്ല, ശരിക്കും ഇത് 1 0 ആണ്. ഇതിന്റെ കോർഡിനേറ്റ് ശരിക്കും 2 അല്ല, ഇതിന്റെ കോർഡിനേറ്റ് ഇങ്ങനെയാണ്. ഇവിടുന്ന് നേരെ എക്സിലേക്ക് വരക്കുക, അവിടെ ഓൾറെഡി എക്സിൽ തന്നെ അല്ല പോയിന്റ്, അപ്പൊ അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇത് പിന്നെ വൈയിലേക്ക് വരും. ഈ വര ഉണ്ടോ വൈ, ഇവിടുന്ന് വൈയിലേക്ക് വരച്ചാൽ അവിടേക്കല്ലേ 0 2 0.
എന്ന് പറഞ്ഞാൽ 1 0 ആണ്, 2 0 3 0 4 0 5 0 6 0 7 0 അങ്ങനെ പോകും. ഇത് 0 0. ഇതിന്റെതോ എക്സിന്റെലേക്ക് വരുമ്പോൾ -1 ആണ്, -1 0. ഓക്കെ, ഇത് -1 0, ഇത് -2 0 -3 0. അതായത് എക്സ് ആക്സിലെ പോയിന്റുകളുടെയൊക്കെ പ്രത്യേകത 1 0 കണ്ടോ, 2 0 3 0 ഇവരുടെയൊക്കെ പ്രത്യേകത രണ്ടാമത് വരുന്ന സംഖ്യ 0 ആയിരിക്കും. ആദ്യം വരുന്ന സംഖ്യയെ എക്സ് കോർഡിനേറ്റ്, പിന്നെ വരുന്ന സംഖ്യയെ വൈ കോർഡിനേറ്റ് ആണ്. ഇത് 7 3 ആണ്. ഇത് രണ്ടും പോസിറ്റീവ് ആണതുകൊണ്ട് ഈ സെക്ഷനിലാണ് നമുക്ക് പറയാൻ പറ്റും. +1 അല്ലേ. 7 3 ആണ് എക്സിന്റെ കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. ഏതൊരു ഓർഡർ പെയർ എഴുതുമ്പോഴും, ഒരു ക്രമജോഡ് എഴുതുമ്പോഴും, ഒരു സൂചക സംഖ്യ എഴുതുമ്പോഴും ഒരു എക്സിന്റെ ആള് വൈന്റെ ആള്. ആദ്യത്തെ ആളാണ് എക്സിന്റെ ആള്, പിന്നെ വരുന്നത് വൈന്റെ ആളാണ്. അപ്പൊ 7 3 പറഞ്ഞാൽ എക്സിന്റെ സൂചക സംഖ്യ 7ഉം വൈന്റെ സൂചക സംഖ്യ 3 ആണ്. ഓക്കെ, അപ്പൊ 1 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ ആൾ 1, വൈന്റെ ആൾ 0, എക്സിന്റെ ആള് 2, വൈന്റെ ആൾ 0. കേട്ടോ, വൈയുടെ ആള് 0 ആയിക്കൊണ്ടിരിക്കും. -1 0 -2 0 -3 0. ഈ ലൈനിന്റെ പ്രത്യേകത, എക്സ് ആക്സിന്റെ പ്രത്യേകത, ആ ലൈനിലെ ആ ആക്സിലെ ഏതൊരു പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് എടുത്താൽ അതിലെ വൈ വരില്ല. വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ 0 ആയി. എക്സ് ആക്സിസിലെ പോയിന്റുകളിൽ ഏത് പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് എടുത്താൽ അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. 7 0 8 0 -3 0 5 0 കണ്ടോ, 0 0 അതും പറ്റും. അതിലെന്താ, അപ്പോ രണ്ടാമത് 0 ആണ് വരിക. ഇത് 0 ആണെങ്കിൽ പിന്നെ ഇത് വരും. ഇവിടെ നമ്പർ ഇത് നോൺ 0 ആണെങ്കിൽ 7 0 8 0 18 0 അല്ല 18,0. എക്സിന്റെ ആള് ഉണ്ട്, വൈന്റെ ആള് 0. വൈ ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിൽ. ഈ ആക്സിസിൽ എക്സ് ആക്സിസിൽ വൈയുടെ കോർഡിനേറ്റ് ഉണ്ടാവില്ല, മീൻസ് 0 ആയിരിക്കും. ഇനി ഇത് വൈ ആക്സ് ആണ്. ഇത് ശരിക്കും 1 അല്ല. ഇവിടുന്ന് എക്സിലേക്ക് വൈയിലേക്ക് വരണം. ഇവിടുന്ന് എക്സിലേക്ക് വെച്ചാൽ ഒരിക്കൽ വരിക, നമുക്ക് എടുക്കാൻ വരിക ഏതാ 0. വൈയിലേക്ക് വരക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, തന്നെയാണ് വൈ. ഇപ്പൊ 0 ആണ്. ഇതിന്റെ കോർഡിനേറ്റ് ആണ് നേരെ എക്സിലേക്ക് വരക്കാം 0. വൈയിലേക്ക് അങ്ങോട്ടും അങ്ങോട്ടും അല്ല, തന്നെയല്ലേ 0. ഇത് 0 1 0 2 0 3 0 4 0 3 0 4. അതുപോലെ 0 -1 0 8 0, ഒരു നമ്പർ. ഇനിയിപ്പോ 0 ആണെങ്കിൽ ഈ നമ്പർ അല്ലേ 0 then a non 0. ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 0 വരുന്നുണ്ടെങ്കിൽ അത് വൈ ആക്സിസിൽ ആയിരിക്കും. വൈ ആക്സിസിന്റെ പ്രത്യേകത, വൈ ആക്സിസിൽ എക്സിന്റെ ആളുകൾ ഉണ്ടാവില്ല. എക്സിന്റെ ആളുകൾക്ക് വരാൻ ധൈര്യം ഉണ്ടാവില്ല, പേടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആക്സിന്റെ പ്രത്യേകത, അവിടെ വൈ വരില്ല. വൈ വരില്ല എന്ന് പറഞ്ഞാൽ അവിടെ വൈ 0 ആയിരിക്കും. 8, 0 ഇത് 0, 6 ശ്രദ്ധിക്കണം. ഇത് 0 6 ആണ്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, ഇനി രണ്ടോടത്തും 0 ആണെങ്കിൽ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആണ് വന്നതെങ്കിൽ അത് ഈ വരയിൽ അല്ലെങ്കിൽ ഈ വരയിലായിരിക്കും. ആദ്യം 0 പിന്നെ ഒരു നോൺ 0 ആണ് വന്നെങ്കിൽ ഇവിടെ എക്സ് വന്നിട്ടില്ല. എക്സിന് വരാൻ ധൈര്യമില്ല, പേടിയാണ്. എക്സ് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ ശ്രദ്ധ? എക്സും വൈയും നല്ല എതിരായിട്ടുള്ള രണ്ട് ഫാമിലിയാണ് എക്സും വൈയും. എക്സിന്റെ സ്ഥലത്തേക്ക് വൈ വരില്ല, വൈന്റെ സ്ഥലത്തേക്ക് എക്സും വരില്ല. ഇവിടെ നോക്കുക 0, 6. ഇവിടെ ആരാ വരാത്തത്? വരാൻ പേടിയുള്ളത് ആരാ? 0 ആയി കിടക്കുന്ന ആരാ? എക്സ് അല്ലേ. എക്സ് വരാൻ പേടിയുണ്ടെങ്കിൽ അത് ഏത് വരമായിരിക്കും? വൈയുടെ വരയിൽ. വൈയുടെ വരമ്പൊക്കെ ആരുമില്ല, എക്സ് വരില്ല. ഇത് 8, 0 ആയിരുന്നു. 0 വന്നിട്ടുണ്ട് അല്ലേ, അത് ആരാ 0? എക്സാ വൈയാ? രണ്ടാമത്തെ വൈയുടെ ആളല്ലേ 0. വൈയുടെ ആള് വന്നിട്ടില്ല. വൈയുടെ ആൾക്ക് വരാൻ പേടിയുള്ള സ്ഥലം അത് ഏത് സ്ഥലം? എക്സ് ആക്സിസ്. അപ്പൊ ആദ്യം 0 വരുന്നത് വൈ ആക്സിലായിരിക്കും, രണ്ടാമത് 0 വരുന്നത് എക്സ് ആക്സിലായിരിക്കും. അതായത് എക്സ് ആക്സിന്റെ പ്രത്യേകത, ഇവിടെ ഏതെങ്കിലും നമ്പർ ഇത് എപ്പോഴും ഫിക്സ്ഡ് ആണ്. ഇത് 0, 1 കൊടുത്ത 1 0, 2 കൊടുത്ത 2 0, 7 കൊടുത്ത 7 0. ഇങ്ങനെയായിരിക്കും എക്സ് ആക്സിലെ പോയിന്റ് പ്രത്യേകത. വൈ ആക്സിന്റെ പോയിന്റ് പ്രത്യേകത 0, ഒരു നമ്പർ അത് 0 ആകും. ഇത് 0 ആകുമ്പോൾ സമയിക്കാം, അപ്പൊ 0 0. ഇത് എക്സ് ആക്സിന് വൈ ആക്സിന് പോയിന്റ് ആണ്, അതുകൊണ്ടല്ലേ അവർ കൂട്ടിമുട്ടിയത്. അപ്പോ ആദ്യം മാത്രം 0 വന്നാൽ അത് വൈ ആക്സിസിലായിരിക്കും, അവസാനം മാത്രം 0 വരാണെങ്കിൽ അത് എക്സ് ആക്സിൽ. ഇവിടെ 0 ഇല്ല. 0 ഇല്ല എങ്കിൽ ഇതിലും 0 ഇല്ല എങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് ഈ 4 സ്ഥലങ്ങളിൽ 4 റൂമുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും അവിടെ
സ്ഥാനം. ആ സ്ഥാനം മനസ്സിലാക്കുന്ന ചിഹ്നം ഇത് പ്ലസ് പ്ലസ് അല്ലേ, ഇവിടെ പ്ലസ് മൈനസ് അല്ലേ, ഇതിലാണ് രണ്ടും മൈനസ് ആണെങ്കിൽ ഇവിടെ. ഓക്കെ, ഇനി അടുത്തോ വൈയിലെ ഒരു പോയിന്റ് ആണ് ഇത് 2 ശരിക്കും 2 അല്ലാതെ 0 അല്ലേ. ഈ പോയിന്റ് കൂടി വൈയിലെ പോയിന്റിൽ കൂടി ഞാൻ ലൈൻ വരച്ചു. എക്സിന് പാരലായിട്ട് എക്സ് ആക്സിന് പാരലായിട്ട് എക്സ് ആക്സിന് സമാന്തരമായിട്ട് വരച്ചു. അങ്ങനെ പോവാം. ഇതിന്റെ പോയിന്റുകൾ ഇങ്ങനെ എടുക്കാം. ഇതോ ഇതിന്റെ സൂചക സംഖ്യ എത്രയാണ്? കോർഡിനേറ്റ്സ് നേരെ നോക്കാം. 1ലേക്കാണ് അല്ലെ. പിന്നെയോ അടുത്തത് നോക്കാം 2ലേക്കാണ്. പിന്നെ ഇതിന്റെതാണെങ്കിലോ 3 then 2 കണ്ടോ. ആദ്യം ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നതൊക്കെ എടുക്കല് 5 എടുത്തോക്കാം. 4 വേണ്ട, 5 എടുത്തോക്കാം. നേരെ ഇങ്ങോട്ട് 5 ഇങ്ങോട്ട് നോക്കുമ്പോ ഇതേതാ 0 2. ഇത് എടുത്തോക്കാം മൈനസ്. ആദ്യം ഇങ്ങോട്ട് -1 then 2 അല്ലെ. -1. ഇത് എടുത്തോക്കാം ആദ്യം ഇങ്ങോട്ട് നോക്കുമ്പോ -3 then 2. അതായത് ഇത് എക്സ് ആക്സിന് പാരലൽ. എക്സ് ആക്സിന് പാരലൽ പോകുന്ന ലൈനിലെ പോയിന്റുകളുടെ പ്രത്യേകത അവരുടെയൊക്കെ രണ്ടാമത്തെ ആളുകൾ കണ്ട വൈ നിൽക്കുന്ന സ്ഥലത്തെ ആളുകൾ വൈ കോർഡിനേറ്റ്സ് വൈ സൂചക സംഖ്യകൾ 0 അല്ല, അത് ഇവിടെ കേട്ടോ തുല്യമായി. ഇത് രണ്ടിൽ കൂടെ അല്ലേ വരെ പോണത്. അതുകൊണ്ടാണ് 1 2 2 2 3 2 4 2 അങ്ങനെ രണ്ടുകൾ ഇങ്ങനെ ഒരേ സംഖ്യമാണ്. -1 കാണാം. ഇത് 3ലൂടെ ആണെങ്കിൽ 1 3 2 3 3 3 4 3 5 3 അങ്ങനെ പോകുമായിരുന്നു. അതായത് എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ ആ ലൈനിലെ പോയിന്റുകളുടെയൊക്കെ വൈ കോർഡിനേറ്റുകൾ സെയിം ആയിരിക്കും. അതുപോലെ എക്സിന് പാരലായിട്ട് പോവുകയാണെങ്കിൽ വൈക്ക് പാരലായിട്ട് പോവുകയാണെങ്കിൽ അവരുടെയൊക്കെ എക്സ് കോർഡിനേറ്റുകളും സെയിം ആയിരിക്കും. ഈ പോയിന്റ് ഇത് നേരെ വരക്കണേ. നേരെ വരച്ചു. ഇതിന്റെ കോർഡിനേറ്റ് എങ്ങനെ പറയാം? ഇതേതിനാ വൈക്ക് പാരലല്ലേ. ഇതിനെങ്ങനെ പറയാം? ആദ്യം ഇങ്ങോട്ട് നോക്കി എക്സിലേക്ക് എത്ര -3. പിന്നെ വൈയിലേക്ക് കൊടുക്കുമ്പോ മൈനസ്. ഇതിന്റെ നോക്കാം എക്സിലേക്ക് ആദ്യം -3 അല്ലേ, പിന്നെയും ഇതിന്റെ നോക്കാം -3 -2 ഇതെത്ര ശരിക്കും? ഇത് -3 0 ആണ്. ഇതെത്രയാണോ? എക്സിലേക്ക് -3 വൈയിലേക്ക് പ്ലസ്. കണ്ടാ -3 +2 അങ്ങനെ പോകും. ഈ പോകുന്ന വര വൈക്ക് പാരലൽ വൈക്ക് സമാന്തരമാണ് എങ്കിൽ അവരുടെ പ്രത്യേകത അവിടെ എക്സുകൾ സെയിം ആയിരിക്കും. കണ്ട എക്സുകൾ സെയിം. -3 കോമൺ നമ്പർ -3 കാരണം -3 വന്ന ആദ്യത്തെ അളവാണ്. എക്സിന് പാരലൽ ആണെങ്കിൽ വൈകൾ സെയിം ആയിരിക്കും, വൈക്ക് പാരലൽ ആണെങ്കിൽ എക്സുകൾ സെയിം ആയിരിക്കും. ഓക്കെ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ. എക്സ് വൈ അക്ഷരങ്ങൾ വരച്ച് ഈ കൊടുത്തിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഡ്രോ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് ദ ഗിവൺ പോയിന്റ്സ്. ഓക്കെ, ഈ പോയിന്റുകളുടെ കറക്റ്റ് സ്ഥലം എക്സ് അക്ഷം വൈ അക്ഷം വരച്ചാൽ അടയാളപ്പെടുത്തുന്നു. തുടങ്ങുക. അപ്പൊ നമ്മൾ ആദ്യം എക്സ് അക്ഷം വൈ അക്ഷം വരയ്ക്കണം. ഓക്കെ, തുടങ്ങാം. എക്സ് ആക്സും വൈ ആക്സും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല, അരവർക്ക് കൊടുക്കാണ് കേട്ടോ. ഇപ്പൊ ഈ നോക്കുന്ന നോട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ആയിട്ട് തോന്നുന്നത് 5 ആണ് അല്ലേ. ആ ഒന്നും കാണുന്നില്ല. അപ്പൊ 5 വരെ നമ്മൾ അടയാളപ്പെടുത്തണം. അത് എവിടേക്കാണോ? ഇത് വൈയുടെ -5 ആണ്. അതുപോലെ എക്സിന്റെ +5. എക്സിന്റെ +5 ഇവിടെ വൈയുടെ -3 ഇവിടെ ഒക്കെ വരാം. ഓക്കെ, എന്തായാലും നമുക്ക് 5 വരെ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് ഇങ്ങോട്ട് ആണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഓക്കെ. ഇവിടുന്ന് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് 1 എടുക്കുക, 1 സെന്റിമീറ്റർ, 2 3 4 5 അങ്ങനെ പോകും. ഓക്കെ, ഇങ്ങോട്ടാകുമ്പോ 1 2 3 4 5. ഇങ്ങോട്ട് 1 എടുക്കുക, 2 3 4 5 1 2 3 4. ഇങ്ങോട്ട് പോസിറ്റീവ് 1 2 3 4 5. ഏറിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് നെഗറ്റീവ് -1 -2 -3 -4 -5. 1 2 3 4 5 പോസിറ്റീവ്, -1 -2 -3 -4 -5 നെഗറ്റീവ്. ഇത്രയും കൊടുത്തതിന് ശേഷം എക്സ് എക്സ് ഡാഷ്, ഇതാണ് എക്സ് ആക്സിസ്. ഇവിടെ വൈ വൈ ഡാഷ്. ഓക്കെ, നമ്മൾ അറിയപ്പെട്ടത് 5 3ന്റെ സ്ഥാനം എവിടെയാണ് നമുക്കറിയാം. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ്. സംഖ്യ കോമ 0 ആണ് ഇതാവില്ല, 0 കോമ സംഖ്യ ആണ് ഇതാവില്ല. ഇത് 0 0 നമുക്കറിയാം അല്ലെ.
5 3 സ്ഥാനം കറക്റ്റ് അറിയപ്പെടുന്നു. ഇങ്ങനെയാണ്. ഇത് എക്സിന്റെ സംഖ്യ, ഇത് വൈയുടെ. എക്സ് സൂചക സംഖ്യ, വൈ സൂചക സംഖ്യ. എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. എക്സിന്റെ പോസിറ്റീവ്, അത് എക്സിന്റെ നെഗറ്റീവ്. ഇത് വൈയുടെ പോസിറ്റീവ് ആണ്, വൈയുടെ നെഗറ്റീവ് ആണ്. ഓക്കെ. അപ്പൊ 5 3 എന്ന് പറയുമ്പോൾ ഈ 5 ആരുടേതാ? എക്സിന്റെ 5 ആണ്. അതും പോസിറ്റീവ് 5. എക്സിന്റെ പോസിറ്റീവ് 5 ഇതാണ്. ഇതാണ് എക്സിന്റെ പോസിറ്റീവ് 5. എക്സിന്റെ പോസിറ്റീവ് ആണല്ലേ. അപ്പൊ തന്നെ എക്സിന്റെ പോസിറ്റീവ് 5 പ്ലസ് 5 അല്ലേ. പിന്നെ വരുന്നത് 3 ആണ്. അത് വൈയുടെ 3 ആണ്. ഇതാണോ വൈയുടെ 3? ഇതിലേതാ വൈയുടെ 3? ഇതല്ലേ വൈ ആക്സിസ്. അതിന് വൈയുടെ 3 ഏതാ? വൈയുടെ പ്ലസ് 3 വരുമ്പോ ഇതല്ലേ. ഇത് വൈയുടെ 3, ഇത് എക്സിന്റെ 5. ഈ പോയിന്റും ഈ പോയിന്റും ഇവിടുന്ന് നേരെ ഇങ്ങനെ വരട്ടെ. എക്സ് ആക്സിസ് പോണ മാതിരി കേട്ടോ. അതിന് സമാന്തരമായിട്ട് വരട്ടെ. അതുപോലെ ഈ 5 നേരെ വൈ പോണ മാതിരി വരും. ഇവിടുന്ന് എക്സ് പോണ മാതിരി, ഇവിടുന്ന് വൈ പോണ മാതിരി വരും. ഇങ്ങനെ തോട്ടിടും. ഓക്കെ. ഇനി അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും തോട്ടിടും. ആ വരച്ചത് എക്സിന് പാരലാണ്, സമാന്തരമാണ്. ഈ വരച്ചത് വൈക്ക് സമാന്തരം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് ഈ സ്ഥലമില്ലേ, ഇതാണ് ശരിക്ക് 5,3. ഇതാണ് 5 3 എന്ന സ്ഥലം. ഓക്കെ. അടുത്തത് -4,1 ആണ്. എക്സിന്റെ -4, എക്സിന്റെ -4. ഇതെന്റെ എക്സ്, അതിന്റെ -4. ഓക്കെ. വൈയുടെ +1. ഇതെന്റെ വൈ +1 അല്ലേ. ഇവിടുന്ന് നേരെ വരയ്ക്കുക. ഇവിടെ നേരെ ഇങ്ങോട്ട് വരട്ടെ. ഇനി ഇവിടുന്ന് ഇങ്ങനെ കെട്ടാണ്. ചെരിവുണ്ടാകാൻ പാടില്ല. എക്സിന് പാരലായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആ പോയിന്റ് ആ വരച്ച് ഈ വരച്ച് കൂട്ടി ഈ പോയിന്റില്ലേ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിനറിയപ്പെട്ടു. ഇതാണ് -4,1. ഓക്കെ. അടുത്ത -3 എക്സിന്റെ -3 എന്താ? ഇതല്ലോ എക്സിന്റെ -3, വൈയുടെ -4, വൈയുടെ -4. ഇവിടുന്ന് ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ. -4 അല്ലേ. ഇവിടുന്ന് ശരിയാതെ ഓർഡർ. ഓക്കെ. അത് രണ്ടും കൂട്ടിക്കൊണ്ട് ഈ സെല്ലേ, ഇതാണ് -3 -4. ഓക്കെ. റെഡി. ഇവിടുന്ന് നോക്കാം. എക്സിലേക്ക് -3, വൈയിലേക്ക് -4. കറക്റ്റ് ആണ്. ഇനി 2, -3. എക്സിന്റെ 2, എക്സിന്റെ പോസിറ്റീവ് ഇതാ. വൈയുടെ -3 ഇതാ. ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ. ആ ഒന്നും ഇവിടെ കൂട്ടിമുട്ടും. ഇതാണ് 2, -3. അടുത്തത് 2 0, അതുപോലെ 0 5 -5. ഇത് പിന്നെ വലിയ വിഷയമല്ല, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വിഷയം. ഒരോട്ട് 0 ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഈ വരയിൽ അല്ലെങ്കിൽ ഈ വരയിലായിരിക്കും അല്ലെ. y 0 ആണെങ്കിൽ y വരാൻ പേടിക്കുന്ന സ്ഥലം, y വരാതിരിക്കുന്ന സ്ഥലം ഏതാ? y വരാൻ പേടിക്കുന്ന സ്ഥലം എക്സ് ആക്സിസിലായിരിക്കും. ഇവിടേക്ക് y വരില്ല. എക്സ് ആക്സിസ് അല്ലേ. ഇവിടെ y ലാണ് 0. ഇത് y ആക്സിസ് ആണ്, അവിടെ എക്സ് 0. അപ്പൊ 2 0 എന്ന് പറഞ്ഞാൽ ഓർക്കുക, y വരാത്ത സ്ഥലമാണ്, y ഇല്ലാത്ത സ്ഥലമാണ് അല്ലെ. 0 - y ആണ് ഓർക്കുക, എക്സ് വരാത്ത സ്ഥലം, എക്സ് ഇല്ല, എക്സ് വരാൻ പേടിക്കുന്ന സ്ഥലം. കാരണം ഈ വരെയാണ്. ഇത്രേ ഉള്ളൂ. 0 വന്നാൽ ഇനി നോക്കാം. 0 വന്നാൽ ആ 0ലേക്ക് നോക്കണ്ട, പകരം 2ലേക്ക് നോക്കാം. ഓക്കെ. ഈ 2 ആരുടെ 2? എക്സിന്റെ 2 ആണോ വൈയുടെ 2 ആണോ? ഫസ്റ്റത്തെ എക്സിനാ വൈയുടെ വരാം. എക്സിന്റെ 2 അല്ലേ. അത് +2 -2. എക്സിന്റെ +2 അല്ലേ. എങ്കിൽ എക്സിന്റെ +2 കൊടുക്കാം. ഇതല്ലേ എക്സ്, അതിന്റെ +2. ഇതാണ് +2. എക്സിന്റെ +2 ഏതാണ്? ഇതല്ലേ എക്സിന്റെ +2. ഇതാണ് കറക്റ്റ്. ഇത് 2, 0. 0 -5 ഇത്രേ ഉള്ളൂ. 0 നമുക്ക് നോക്കണ്ട. -5ലേക്ക് നോക്കും. ഇത് ആരുടെ -5? ആര് നിൽക്കുന്ന സ്ഥലം? എക്സ് നിൽക്കുന്ന സ്ഥലത്താണോ വൈ നിൽക്കുന്ന സ്ഥലം? ആദ്യം എക്സിന്റെ സ്ഥലം, പിന്നെ വൈയുടെ സ്ഥലം അല്ലേ. അപ്പോ ഇത് ആരുടെ സ്ഥലം? വൈയുടെ സ്ഥലം. വൈയുടെ എത്രയാണ്? വൈയുടെ -5. ഇതാണോ വൈയുടെ -5? ഇതാണോ വൈയുടെ -5? ഇതല്ലേ വൈ ആക്സിസ്, വൈ അക്ഷം, അതിന്റെ -5 ഏതാ? ഇതല്ലേ. അപ്പോ ഇതാണ് ശരിക്ക് 0, -5.
ഓക്കെ, ഇങ്ങനെയാണ് എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് പോയിന്റുകൾ അറിയാവുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇതാണ് ചിത്രം. ചിത്രത്തിലെ ചതുരത്തിന്റെ 1 2 3 4 ശീർഷങ്ങളിലെ 4 വെർട്ടെക്സിലെ ഇതിന്റെ സൂചക സംഖ്യ 7,4 ആണ്. ബാക്കിയുള്ള 3ന്റെ സൂചക സംഖ്യ കാണാം. ചിത്രത്തിലെ ചതുരത്തിന്റെ മറ്റു 3 ശീർഷങ്ങളുടെ സൂചക സംഖ്യകൾ എഴുതുക. Write the coordinates of the other 3 vertices of the rectangle. ഈ റെക്ടാങ്കിളിന്റെ ചതുരത്തിന്റെ 4 കൂർപ്പിലെ 4 ശീർഷല്ലേ, ഇത് 7,4 ആണ്. അതുപോലെ ഇതും അതുപോലെ നമ്പർ കോമൺ നമ്പർ ഉണ്ടോ, ഇതും ഉണ്ടാവുന്നുണ്ടോ, അത് കാണാൻ. ചോദ്യം മനസ്സിലായില്ലേ? സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്കുണ്ട്. ഇത് എക്സ് വൈ, അതായത് നമ്മൾ ഇങ്ങനെ എക്സ് ആക്സ് വരക്കുക, ഇതല്ലേ വൈ ആക്സ്. അതിന്റെ ഈ 2 ഭാഗം ഒഴിച്ചെടുത്തിട്ടാണ്, ഇത് 2 ഒഴിവാണെന്നുള്ളൂ. ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. എക്സ് ആക്സും വൈ ആക്സും കൂട്ടിക്കൊണ്ട സ്ഥലം നമുക്കറിയാം എത്രയാണ്. ഇതല്ലേ ഒറിജിനൽ ആധാര ബിന്ദു. എത്ര ഇത് കിട്ടി. ഇത് ആധാര ബിന്ദു അല്ലേ, 0,0 അല്ലേ. അപ്പൊ നമുക്ക് ചിലപ്പോൾ പേര് കൊടുക്കാം. ഇത് എ ബി സി ഡി. നമ്മളെ റെക്ടാങ്കിൾ പേര് കൊടുത്ത് എ ബി സി ഡി ചതുരത്തിൽ. ഓക്കെ, ഇനി എയും ബിയും ഡിന്റെ സൂചക സംഖ്യ കോണേഴ്സ് കാണും. സിന്റെ കോണേഴ്സ് തന്നിരിക്കുന്ന എത്രയാണ്? 7,4. ഇത് ആധാര ബിന്ദു ആയതിനാൽ എയുടെ സൂചക സംഖ്യ എത്രയാണ്? 0,0. ഇത് കിട്ടിയില്ലേ? ഇത് രണ്ടും പോലെ നോക്കാം. ശരിക്കും എങ്ങനെയാണ് 7,4 അടയാളപ്പെടുത്തുക? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, 7,4 എങ്ങനെ അടപ്പെടുത്തു? അല്ലെ, ഇവിടെ അങ്ങനെ പോയല്ലോ. 1 2 3 4 5 6 അങ്ങനെ ഉണ്ടാവും അല്ലെ, ഇങ്ങോട്ടും ഉണ്ടാവും അല്ലെ, ഒരേ സെന്റിമീറ്റർ. 7,4 എങ്ങനെ അടപ്പെടുത്തുന്നു? എക്സ് ആക്സിൽ 7 1 2 3 4 5 6 എക്സ് ആക്സിൽ 7, വൈല് 4 1 2 3 എന്താ വൈല് 4 കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് വരത്തില്ലേ, ഇങ്ങനെ അങ്ങനെയല്ലേ 7,4 കിട്ടുക. അങ്ങനെ 7,4 കിട്ടിയാൽ ഇത് 7 ആവണമെങ്കിൽ ഈ ദൂരം 7 സഞ്ചരിക്കണ്ടേ. ഇത് 7 സെന്റിമീറ്റർ, 7 യൂണിറ്റ് പോണ്ടേ. ഇത് എത്ര പോണം? 4. ഓക്കെ, അപ്പൊ ഇത് 7,4 ആണെങ്കിൽ ഇവിടെ നേരെ ഇങ്ങോട്ട് വെച്ചതാ. ഇത് 7 എന്ന സ്ഥലം. ഇവിടുന്ന് 7 ദൂരം ഇങ്ങോട്ട് സഞ്ചരിച്ചു. ഇത് 0 0, ഇത് 1 0, ഇത് 2 0 3 0 4 0 5 0 6 0 7 0. ഇത് 0 0 7 ദൂരം. ഇതാണ് ആ ചതുരത്തിന്റെ നീളം. ഇത് വീതി. ഈ കാണുന്നതായിരിക്കും നീളം. ഇത് 7 ഉണ്ടാവും. വീതിയാണ് ഈ കാണുന്ന 4. അപ്പൊ 0 0 7 ദൂരം ഇങ്ങോട്ട് നടത്താണ്. നീളങ്ങൾ 7 ആണ്, വീതികൾ 4 ആണ്. അത് ശരി. ചതുരത്തിന്റെ നീളം 7, വീതി 4, ലെങ്ത്തും ബ്രെഡ്ത്തും. ഇതിന്റെ ഏരിയ ആണെങ്കിൽ 7x4 ചെയ്താൽ മതി. പെരിമീറ്റർ ആണെങ്കിൽ 7 4 ആഡ് ചെയ്തിട്ട് എന്റെ ഡബിൾ എടുത്താൽ മതി. ഓക്കെ, ചുറ്റളം പരപ്പളം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് 7 ദൂരം ഉണ്ട്. 1 സഞ്ചരിച്ചാൽ 1 0, 2 2 0, അങ്ങനെ 7 സഞ്ചരിച്ചാലോ 7 0. അപ്പൊ ബിയുടെ സൂചക സംഖ്യ എത്ര വരിക? 7,0. ഇവിടുന്ന് ഇങ്ങോട്ട് 4 പോയിട്ടുണ്ട്. 1 പോയാൽ 0 1, പിന്നെ 0 2 0 3 0 അല്ലേ. അപ്പൊ 4 ഇങ്ങോട്ട് പൊന്തിയാൽ തരാ 0,4. അപ്പൊ ഇതിന്റെ 3ന്റെ സൂചക സംഖ്യ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ ചതുരത്തിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. കൂടാതെ ആധാര ബിന്ദു ചതുരത്തിന്റെ മധ്യബിന്ദുവുമാണ്. ഈ ശീർഷത്തിന്റെ സൂചക സംഖ്യ -9,5 ആണെങ്കിൽ മറ്റു 3 ശീർഷങ്ങളുടെ സൂചക സംഖ്യ എഴുതുക. In the picture, the sides are parallel to the axis and origin is the center of the rectangle. If the coordinates of one vertex -9,5, find the coordinates of the other 3 vertices. ഇതാണ് ചോദ്യം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇത് ചതുരമാണ്, റെക്ടാങ്കിൾ ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം നീളങ്ങൾ, ലെങ്ത്തുകളാണ്. ഇത് അത്രക്കില്ല, അതാണ് ബ്രെഡ്ത്തുകൾ. ഈ 2 എക്സ് ആക്സിസ് പോണ മാതിരി എക്സ് പാരലൽ. ഈ വീതി ബ്രെഡ്ത്ത് അത് വൈക്കും പാരലൽ. മാത്രല്ല ഈ തന്നിരിക്കുന്നത് ചതുരത്തിന്റെ നടുവില്, അത് എവിടെയാണ്? ഒറിജിനിലാണ്, ആധാര ബിന്ദുവിലാണ്. അതായത് ഇങ്ങനെയൊന്നല്ല. ചതുരം ഇവിടെ ഉണ്ട്. ഇത് ചതുരം നമ്മളെ എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഈ ചതുരത്തിന്റെ നടുവില്ലേ, അത് ഇവിടെ വരണം. അങ്ങനെ വന്നത് മാത്രം കാര്യമില്ല. അത് അങ്ങനെ അരച്ചുപിടിക്കും. ഇപ്പൊ ഇതൊരു ചതുരാണ്. ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഈ ചതുരത്തിന്റെ നടുവ് ഏകദേശം
ഈ ചതുരത്തിന്റെ നടു ഇവിടെ ഇങ്ങനെ വരാൻ ചിത്രം. ഇതാകുമ്പോ ചതുരത്തിന്റെ നടുവായി, പക്ഷെ ഇത് രണ്ടും എക്സിനും വൈക്കും പാരലല്ല. അപ്പൊ എക്സിനും വൈക്കും പാരലാക്കി വരക്കും വന്നതാ. എന്നാ പറ്റി നോക്കും. ഇതാണ് എക്സ് ആക്സ് വൈ എക്സ്. ഇതൊരു ചതുരമാണ്. ആണോ? ആ ചതുരത്തിന്റെ നടു അല്ലത് ആണോ? നടു കുറച്ച് പദ്ധതി ഇതായിരിക്കണം. അപ്പൊ അത് കുറച്ചുകൂടെ നീങ്ങി കൊടുക്കണം. അതൊക്കെ എല്ലാം കൊണ്ട് സെറ്റ് ആയിട്ടുള്ള ചിത്രം എന്താണ്? എക്സ് ആക്സും വൈ ആക്സും. ഈ ചതുരത്തിന്റെ നടു ഇവിടെ വരണം. ഇത് നടു കാരണം ഇത് രണ്ടും ഒരേ വലിപ്പാണ്, ഇത് രണ്ടും ഒരേ വലിപ്പാണ് അല്ലേ? അപ്പോഴേ നടു. ഇത് രണ്ടും എക്സിന് പാരലാണ് സമാനം, ഇത് രണ്ടും വൈക്ക് സമാനം. ഇത് തന്നിരിക്കുന്നു. ബാക്കി മൂന്നും കാണാം. ഇത് 0 0 ആണ്. നമുക്ക് ഇതാ കാണാം. ഒന്ന് എ ബി സി കൊടുക്കും. എ ബി സി ഡി. ഡി ആണ് കേട്ടോ. ഇത് കാണാം, ഇത് കാണാം, ഇത് കാണാം. ഇത് 0 0 ആണ്. നമുക്ക് തന്നതുകൊണ്ട് -9,5. എങ്ങനെ -9,5 വരാം? എക്സിന്റെ -9 വൈയുടെ അല്ലെ? -9 പറഞ്ഞാൽ ഇങ്ങോട്ട് 9 ദൂരം വരണം, ഇങ്ങോട്ട് 5 ദൂരം വരണം അല്ലെ? അപ്പോ ഇത് -0 0 -9 5 അല്ലെങ്കിൽ എക്സിന്റെ -9 ആവണമെങ്കിൽ ഇത് എക്സിന്റെ -9 ആണ് അല്ലെ? ഇത് 5 ഉണ്ടാവണം. അപ്പൊ അതാണ് 5 വന്ന സ്ഥലം. നമ്മൾ 1 2 3 4 5 വന്നു. -1 -2 -3 -9. ഇത് ഇങ്ങോട്ട് ആയതുകൊണ്ടാണ് നെഗറ്റീവ് 9 ആണ്. ഇങ്ങോട്ട് ആയതുകൊണ്ട് നെഗറ്റീവ് 9 ആണ്. അപ്പൊ ഇത് ശരിക്കും 9 ലെങ്ത് ഉണ്ട് നീളം അല്ലെ? 9 ആണ്. ഇത് 5 ഉണ്ട്. ഇതും ഇതും 9 ആണ്. കാരണം ഇതും ഇതും ഇത് രണ്ടും ഈക്വൽ ആവണം, ഇത് രണ്ടും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇത് ആ ചതുരത്തിന്റെ കറക്റ്റ് നടക്കും. ഓക്കെ. അപ്പൊ അത് 9 9 മുകളിലേക്ക് ഞാൻ താഴേക്ക് മനസ്സിലാവും. ഇനി ഇത് ശരിക്കും 0 0 1 0 2 0 3 0 4 0 5 സോറി ഇത് 0 1 0 2 0 3 0 4 0 5. അതുപോലെ 0 -1 0 -2 0 -3 0 -4 0 -5 അങ്ങനെ ശരിക്കും ഉണ്ട്. അതിൽ -5. ഇത് -1 0 -2 0 അങ്ങനെ ഒന്ന് -9 0. ഇത് 1 0 2 0 അങ്ങനെ ഒന്ന് 9 0. അത് 9. ഇനി സിമ്പിൾ ആണ്. ഇതിന്റെ കോർഡിനേറ്റ് അത്ര പറഞ്ഞു. ഇവിടെ നിന്നും എക്സിലേക്ക് നോക്കുക, വൈയിലേക്ക് നോക്കുക. എക്സിലേക്ക് എടുക്കാൻ നോട്ടം വരാം -9ലേക്ക്, വൈയിലേക്ക് നോക്കാം -5. ഇതിനെങ്ങനെയാണ്? ഇവിടെ എക്സിലേക്ക് നോക്കുക എത്ര? +9. വൈയിലോ -5. ഇതിന്റെ എക്സിലേക്ക് നോക്കാം 9, വൈയിലേക്ക്. അതായത് ഇതേ നമ്പേഴ്സ് തന്നെയായിരിക്കും ഇവിടെയൊക്കെ വരിക. അതിന്റെ സൈൻ ചിഹ്നങ്ങൾ മാറും. -9 5 ആണെങ്കിൽ നമുക്കറിയാം രണ്ടും പ്ലസ് ആണ്. മൈനസ് പ്ലസ് ആണ്, മൈനസ് പ്ലസ് അല്ലേ? ഈ 9 5 തന്നെ ആയിരിക്കും എല്ലാം വരിക. ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് മൈനസ് പ്ലസ്, ഇത് മൈനസ് ഇത് പ്ലസ് മൈനസ്. ഈ നാലിന്റെ ഏതെങ്കിലും ഒന്നാണ്. ഇപ്പോ ഇതാണ് 20 11 20 11 ഇത് രണ്ടും 20 ഇത് രണ്ടും 11 കേട്ടോ. അപ്പൊ ഇവിടേക്ക് 20 11 വരാം, 20 11 വരാം, 20 11 വരാം, 20 11 വരാം കേട്ടോ. ഇത് പോസിറ്റീവ് ആയിരുന്നത് നെഗറ്റീവ്. ഇത് മൈനസ് പ്ലസ്, ഇത് പ്ലസ് മൈനസ്. ഇതേ നമ്പേഴ്സ് തന്നെയായിരിക്കും. ഓക്കെ, പാരലാണ്. ഇത് മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ചിത്രത്തിലെ ത്രികോണം സമഭുജ ത്രികോണമാണ്. ത്രികോണത്തിന്റെ 3 ശീർഷങ്ങളുടെയും സൂചക സംഖ്യയും. In the picture, the triangle is equilateral. Find the coordinates of the vertices. എല്ലാ വെർട്ടെക്സിന്റെയും കോർഡിനേറ്റ്സ് കാണും. ഇതിന്റെയും കാണണം. ഓക്കെ, ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. എക്സും വൈയും കൂട്ടിക്കുന്ന സ്ഥലം ഇതാണ്. ഇത് ലെങ്ത് 10 ആണ്. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് പേര് കൊടുക്കുന്നത്. ഇതിന്റെ സൂചക സംഖ്യയാണോ ഇതിന്റെ കാണാം, ഇതിനെ കാണാം. തുടങ്ങാം അല്ലെ? ഇത് ആധാര ബിന്ദു ഒറിജിനൽ അല്ലേ? അപ്പൊ കിട്ടി എത്ര? 0. ഇവിടുന്ന് 10 യൂണിറ്റ് നടന്നു, 10 സെന്റിമീറ്റർ കിട്ടും നടന്നു. 1 ആണെങ്കിൽ 1 0 2 0 അങ്ങനെ 10 10 0. അപ്പൊ 10,0 ഇതിന്റെ കോർഡിനേറ്റ്. ഇതും കിട്ടി, ഇതും അല്ലെ? ഇനി ഇതിന്റെ കിട്ടുന്നത് അതിന്റെ കിട്ടണമെങ്കിൽ നമുക്കറിയാം ഈ പോയിന്റ് കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ അവിടുന്ന് എക്സ് ആക്സിലേക്ക് വരക്കാം, വൈ ആക്സിലേക്ക് വരക്കാം. ഇത് എവിടേക്ക് വരുന്നോ അതാണ് ഫസ്റ്റ്. ഇത് എവിടേക്ക് വരുന്നോ അത് സെക്കൻഡ് വരും അല്ലെ? ഓക്കെ, അല്ലെങ്കിൽ
ഈ ദൂരമാണ് ആദ്യം ഉണ്ടാവുക. ഇത് 8 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ 8 സഞ്ചരിക്കണ്ടേ? ഇത് 5 ആണെങ്കിൽ ഇത് 5 ആണെങ്കിൽ ഇവിടെ 5 വേണം. ഇങ്ങനെ വരച്ചാൽ ഈ ദൂരം x, ഈ എത്രയാണോ, എത്ര ദൂരമുണ്ട്, എത്ര നീളമുണ്ടോ അത് ആദ്യം കൊടുക്കുക. ഇത് എത്ര നീളമുണ്ടോ അത് രണ്ടാമത് കൊടുക്കുക. ഇതിന്റെ സൂചക സംഖ്യ ആണെങ്കിൽ നമ്മൾ നേരെ അങ്ങോട്ട് വരക്കുക, ലംബം പെർപെൻഡിക്കുലർ വരക്കുക. അങ്ങനെ വരച്ചാൽ എവിടേക്കാണോ ചാടുന്നത് എന്നാണ് ഈ ദൂരം, അത് ആദ്യം കൊടുക്കുക. പിന്നെ ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ മെഷർമെന്റ്, അത് രണ്ടാമത് കൊടുക്കുക. ഓക്കെ, ഇത് ഇക്വലായിട്ട് ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ സൈഡിലും ഈക്വൽ ആണ്. സമത്രികോണം എല്ലാ വർഷം 10 ആണ് ഇവിടെ അല്ലേ? എത്ര ഡിഗ്രി അതൊക്കെ, എത്ര ഡിഗ്രി വീതം? 60 ഡിഗ്രിയാണ് വരിക. തൽക്കാലം നമുക്ക് 60 എടുക്കാം. ഇനി ഇതിനെ കാണാൻ ഇവിടെ നിന്ന് എടുക്കാം, പെർപെൻഡിക്കുലർ പേര് കൊടുത്ത് ചെയ്യാം. ഇത് 90 ആണ്, അങ്ങോട്ട് 90. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത ഇത് 90, ഇത് 60 ആണ്. അപ്പൊ 30 ആണ് അല്ലേ? ഇത് 30 അല്ലേ? 30, 60, 90 ആണെങ്കിൽ അതിന്റെ വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആയിരിക്കും അല്ലെ? 30, 60, 90 ആണെങ്കിൽ 1:√3:2. ഇത് 10 ആണ്, ഇത് അറിയില്ല, ഇതറിയില്ല. ഏറ്റവും ചെറിയ ആംഗിൾ ഇതാണ്, ഏറ്റവും ചെറിയ കോൺ. അപ്പൊ അതാണ് ഏറ്റവും ചെറിയ വശം. ഇത് 10 ആണ്, ഇതിന്റെ പകുതി ഇതുണ്ടാവും, ഇതിന്റെ ഇരട്ടിണ്ടാവും. 30, 60, 90 പ്രത്യേകത ഏറ്റവും ചെറുതിന്റെ ഇരട്ടിയായിരിക്കും ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഏറ്റവും വലുതിന്റെ പകുതി ആയിരിക്കും ഏറ്റവും ചെറുത്. ഇത് 10 ആണെങ്കിൽ ഇത് 5 ഉണ്ടാവും, ഇത് 5√3 ആയിട്ടാണ്. അപ്പൊ ഇത് 5ഉം ഇത് 5√3 ആയിരിക്കും. അപ്പൊ പിന്നെ സൂചക സംഖ്യ കാണുക, ഇവിടെ നിന്നിട്ട് ഈ ദൂരം കോമ ഈ ദൂരം എത്ര ഉണ്ട്? 5. ഈ ദൂരം 5√3. അപ്പൊ വീണ്ടും സൂചക സംഖ്യ 5ഉം 5. ഈ സൈഡൊക്കെ 10 ആയതുകൊണ്ട് അങ്ങനെ. 8 ആയതെങ്കിൽ 4ഉം 4√3. 8 ആണെങ്കിൽ 8 വരാം. 6 ആണെങ്കിലോ 0, 0, 4, 0. അപ്പൊ 3ഉം 3√3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ചതുരത്തിന്റെ എല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഈ രണ്ട് നീളം കണ്ടാ, എക്സ് സമാന്തരമാണ്, ഇത് വൈക്ക് സമാന്തരമാണ്. ഇത് എക്സിന് സമാന്തരമാണ്, ഇത് വൈക്ക് സമാന്തരം, പാരലാണ്. ഇത് രണ്ടും എക്സിന് പാരൽ, സമാന്തരം, ഇത് രണ്ടും വൈക്ക്. ഓക്കെ, ഇതൊക്കെ ആക്സിസിന് പാരലാണെന്ന് അർത്ഥം. ഇനി 1, 2, 3, 4 വെർട്ടെക്സ് അല്ലെ, 4 ശീർഷം. ഒന്നുകിൽ ഇത് രണ്ടും തന്നിട്ട് ഇത് ചോദിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും തന്നിട്ട് ഇത് ചോദിക്കും. ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ തരും, ഒരു ജോഡി എതിർക്കോണുകൾ അല്ലെ, ഇത് ശീർഷങ്ങളെ, ഇതിന്റെ സൂചക സംഖ്യ തന്നിട്ട് ഇതിന്റെ ചോദിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും ചോദിക്കും. നമുക്ക് തുടങ്ങാം. ഇത് രണ്ടും തരിക, ഇത് 8,5 ആണ്, ഇത് 20,9. ചോദ്യം കേട്ടാ, ചിത്രത്തിലെ ചതുരത്തിന്റെ എല്ലാ വശങ്ങള് അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഈ രണ്ട് സൂചക സംഖ്യകൾ തന്നിരിക്കുന്നു, ഇത് രണ്ടും കാണുക. The sides are parallel to the axis. A pair of opposite, the coordinates of a pair of opposite vertices are given. Find the coordinates of the other pair of opposite vertices. Okay. ഇത് രണ്ടും നമുക്ക് ഇത് കാണാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഒന്ന് മാറ്റാൻ ചോദിക്കും. നമുക്ക് തൽക്കാലം ഇത് രണ്ടും ഇതും കാണണം കേട്ടോ. വളരെ എളുപ്പമാണ്, ആൻസർ പറയുന്നത്. ഇത് രണ്ടല്ലേ കാണേ, നോക്കിയിരുന്നു കേട്ടോ. ഇത് രണ്ടും എക്സിന് പാരലാണ്, ഇത് രണ്ടും വൈക്ക് പാരലാണ്. ഇത് എക്സിന് പാരലാണ്. എക്സിന് പാരലാണെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സ് ആക്സിന് പാരലാണ്, എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ ആ വരിയിലെ ബിന്ദുക്കളുടെ പ്രത്യേകത, ആ വരിയിലെ വൈകളെല്ലാം ബിന്ദുക്കളുടെ വൈ സൂചക സംഖ്യ, വൈകൾ രണ്ടാമത് വരുന്ന സംഖ്യകൾ തുല്യമായി. ഇത് ഏതിന് പാരലാണ്, ഏതിന് സമാന്തരമാണോ? എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. അതുകൊണ്ട് ഈ വരിയിലെ ബിന്ദുക്കളുടെ പ്രത്യേകത അവരുടെയൊക്കെ വൈകൾ, വൈ സൂചക സംഖ്യ, വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 8, വൈ കോർഡിനേറ്റ് 5. ഇവിടുത്തെ വൈ ഏതാണ്? ഇത് ഏതിന് സമാന്തര, ഏതിന് പാരല? എക്സിന് പാരലാണ്. അതുകൊണ്ട് ഇവിടുത്തെ വൈ തന്നെയായിരിക്കും അവിടുത്തെ വൈ. ഇവിടുത്തെ വൈ എത്ര? 5 അല്ലേ? അതായിരിക്കും അവിടുത്തെ വൈ. ഇവിടെ ഇല്ല വൈ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, എത്രയാണോ? 5. ഇനി ഇത് എക്സിന് സമാന്തരമാണ്, അതുകൊണ്ട് അവിടെയുള്ള വൈ ആയിരിക്കും ഇവിടെയുള്ള വൈ. അവിടുത്തെ വൈ 9 ആണ്, ഇവിടെ അല്ലേ കൊടുക്കുക, ഇവിടെ ഉണ്ട്. ഇനി ഇങ്ങനെ നോക്കാം, ഇത് എക്സ് വൈക്ക, ഇത് വൈക്ക് പാരൽ, വൈ അക്ഷരത്തിന്റെ പാരൽ. ഇങ്ങനെ വൈ അക്ഷരം എക്സ് അക്ഷരം ഇങ്ങനല്ലേ,
ഇത് വൈക്ക് പാരലാണ്, അതുകൊണ്ട് ഇവരുടെ എക്സുകൾ സെയിം ആയിരിക്കും. ഇവിടുത്തെ എക്സ് തന്നെയാണ് പറയുന്നത്, ഇവിടുത്തെ എക്സ് ഇത്ര 8, അപ്പൊ ഇതും 8 ആയിരിക്കും. ഇത് എക്സിനാണ്, ഇത് വൈക്കാണ്, അപ്പൊ ഇവിടുത്തെ എക്സ് ഇവിടുത്തെ എക്സ് 20 ആണ്, അപ്പൊ ഇത് മീൻ ആണോ? സിമ്പിൾ അല്ലേ? ഇനി ഇത് രണ്ടും തരാം, നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇത് 2,19 ആണ്. ഇത് 10,15. ഓക്കെ, ഇത് രണ്ടും കണ്ടുപിടിക്കണം. തുടങ്ങാം. എങ്ങനെ കണ്ടുപിടിക്കാന്നോ? ഇത് ഏതിന് സമാന്തര, ഏതിന് പാരല? എക്സിന്റെ മാര് വൈന്റെ മാര് എക്സിന്റെ മാരല്ലേ? എങ്കിൽ അവിടെയുള്ള വൈ ആയിരിക്കും ഇവിടെയുള്ള വൈ. അവിടെയുള്ള വൈ 11ആണ്, അത് ഇവിടെ വൈയുടെ സ്ഥലത്ത് കൊടുക്കും. വീണ്ടും ഇത് എക്സിന് സമാന്തരമാണ്, അപ്പൊ ഇവിടുത്തെ വൈ ആയിരിക്കും അവിടുത്തെ വൈ. ഇവിടുത്തെ വൈ 19, അപ്പൊ അവിടുത്തെ വൈയും 19. ഇത് വൈക്ക് സമാന്തരമാണ്, അപ്പൊ അവിടുത്തെ എക്സ് ആയിരിക്കും ഇവിടുത്തെ എക്സ്. അവിടുത്തെ എക്സ് 2, അപ്പൊ ഇവിടുത്തെ എക്സും 2. ഇത് ഏതിനാ? വൈക്ക്, അപ്പൊ ഇവിടുത്തെ എക്സ് ആയിരിക്കും ഇവിടെ അല്ലേ? ഇവിടുത്തെ എക്സ് 10 ആണ്, അപ്പൊ അവിടുത്തെ എക്സ് 10. ഓക്കെ, ഇതാദ്യ ദിവസം നോക്കിയോളൂ. ഇത് രണ്ടും -7 -3, ഇത് 5 എക്സിന് സമാന്തരമാണ്, അപ്പൊ ഇവിടുത്തെ വൈ ഇവിടെ കൊടുക്കും. എക്സിന് സമാന്തരമാണ്, ആ വൈ ഇവിടെ കൊടുക്കും. വൈക്ക് സമാന്തരമാണ്, അപ്പൊ ഇവിടുത്തെ എക്സ് ഇവിടെ കൊടുക്കും. വൈക്ക് സമാന്തരമാണ്, അപ്പൊ ആ എക്സ് ഉണ്ട്. ഓക്കെ, അടുത്ത -8 -10ആണ്, 4 -1. നോക്കാം. എക്സിന് സമാന്തരം, എക്സിന് പാരലൽ, ഇപ്പൊ ഇവിടുത്തെ വൈ അവിടെ കൊടുക്കും. ഇവിടുത്തെ വൈ -15 ആണ്, അപ്പൊ ഇവിടെ -15. ഇതും എക്സിനാണ്, അപ്പൊ അവിടുത്തെ വൈ ഇവിടെ കൊടുക്കുക, -ആണ്. ഇത് വൈക്കാണ്, അപ്പൊ ഇവിടുത്തെ എക്സ് ഇങ്ങോട്ട് കയറ്റും. ഇവിടുത്തെ എക്സ് -8 ആണ്, അവിടെ എക്സിനാണ്, അപ്പോഴത്തെ വൈ സോറി ഇത് വൈക്കാണ്, അപ്പൊ ഇവിടുത്തെ എക്സ് ഇങ്ങോട്ട്. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ദിവസം ഒരു വൃത്തം, ഇത് എക്സ് അക്ഷം വൈ അക്ഷം കൂട്ടിമുട്ടാണ് വൃത്തത്തിന്റെ കേന്ദ്രം കേട്ടോ. ഇത് 30 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. ഇത് OA OB, ഇത് 2 ആണ്, 2 യൂണിറ്റ് ആണ്. ഇതിന്റെ റേഡിയസ് ആരം കണ്ടുപിടിക്കേണ്ട എയുടെയും ബിയുടെയും സൂചക സംഖ്യമാണ്. O എന്നുള്ള സർക്കിളിലെ സെന്റർ ആണ്. OA OB റേഡിയസ് ആണ്, ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, അത് 2 യൂണിറ്റ്. എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കാണാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു പോയിന്റ് കോർഡിനേറ്റ് ആണെങ്കിൽ അവിടെ എക്സ് ആക്സിലേക്ക് വരയ്ക്കാം. നമ്മൾ വരച്ചു. എന്നിട്ട് ഈ ദൂരം എത്രയാണോ അത് 10 ആണെങ്കിൽ 10, ഇത് ഇങ്ങോട്ട് 7 ആണെങ്കിൽ 7. ഇവിടെ എക്സ് ആക്സിലേക്ക് വരക്കാം, വൈയിലേക്ക് വരക്കാം. വൈയിലേക്ക് വെച്ചാൽ ഇവിടേക്ക് വരുന്ന ഈ ദൂരം എന്ന് പറഞ്ഞാൽ ഈ ദൂരം ആദ്യം, ഈ ദൂരം പിന്നെയും കൊടുത്താൽ മതി. ഇതിന്റെ കോർഡിനേറ്റ് കിട്ടണം. എന്റെ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം, ഒരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആയിട്ടോ. ഇനി ട്രയാങ്കിൾ നോക്കാം. ആ ട്രയാങ്കിൾ വീട്ടിൽ വരച്ചല്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഇവിടെയാണ് എയും ഓയും എമ്മും ഉള്ളത്. ഓക്കെ, ഈ ട്രയാങ്കിൾ എന്നിട്ട് വരച്ചു. ഇതല്ലേ 30 ഡിഗ്രി, ഇതല്ലേ 2, ഇത് 90. ഇത് 90, ഇത് 30 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും. 30, 60, 90 ആണ് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് എങ്കിൽ അതിന്റെ സൈഡ്സ് 1:√3:2 ആയിരിക്കും. ഏറ്റവും ചെറുതിന്റെ ഇരട്ടിയായിരിക്കും ഏറ്റവും വലുത്. ഇതിന് ഏറ്റവും ചെറുതും വലുത് തീരുമാനിക്കണം. 30 അല്ലേ ചെറിയ ഡിഗ്രി, അപ്പൊ അതായിരിക്കും ഏറ്റവും ചെറുത്. 90 ആണ് ഏറ്റവും വലുത്, 60 ആണ് ഏറ്റവും വലുത്. ഓക്കെ, ഇതിന്റെ പകുതി ഉണ്ടാവുന്നത് ഇതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ ഇത് 2 ആകുമ്പോ ഇത് 1 ആയിരിക്കും. ഇത് 1 ആണെങ്കിൽ ഇത് 1 കൂട്ടുന്നു. ഇത് 8 ആണെങ്കിൽ ഇത് 8 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും, അപ്പൊ 4√3 ആയിരിക്കും. ഇത് 7 ആണെങ്കിൽ ഇത് 3.5 ഉണ്ടാവുള്ളൂ, അപ്പൊ 3.5√3. അപ്പൊ ഇത് 2 ആണെങ്കിൽ ഇത് 1 ഇതോ 1√3, ഇത് 1√3, 1√3 പറഞ്ഞാൽ √3. ഇത് 1 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ കോർഡിനേറ്റ് ചെയ്ത് എത്ര പടുള്ളൂ? ഇവിടെ നിന്ന് ഈ ദൂരം കോമ ഈ ദൂരം എത്ര? √3 കോമ ഈ ഹൈറ്റ് എത്ര? 1. √3 കോമ 1. എക്സ് ആക്സും വൈ ആക്സും വെച്ചാൽ ഇത് ഫസ്റ്റ് കോർഡിനേറ്റ് ആണ്, ഇത് പോസിറ്റീവ് പോസിറ്റീവ് വരെ. ഓക്കെ, ഇനി ഇതിന്റെ കിട്ടാനുള്ള പണിത ഇതിന്റെ കോർഡിനേറ്റ് ആണ് എക്സിലേക്ക് വെച്ചാൽ മതി, പെർപെൻഡിക്കുലർ. ഇത് 90, ഇത് 30 ആണ്. ഇവിടുന്ന് ഇവിടെ വരെ എത്തുണ്ടാവും 120 ഡിഗ്രിയിലെ 180 വരെ മൊത്തം. അപ്പൊ ഇത് 120 ഉണ്ടാവും, ഇതായിരിക്കും 60. 90 60 ആകുമ്പോഴാണ് 30. അപ്പൊ ആ ട്രയാങ്കിൾ ഇങ്ങനെ വെച്ചിട്ടാണോ? ഈ ട്രയാങ്കിൾ ഇവിടെയാണ് എൻ, ഇവിടെ O, ഇവിടെ D ആണ്. ഇത് 60 ആണ്, ഇത് 30, ഇത് 90.
ഇത് രണ്ടാകുമ്പോ ഇതും രണ്ടല്ലേ വരെ അല്ലെ? റേഡിയസ് എല്ലാരും OB രണ്ടല്ലേ വരെ. അപ്പൊ ഇത് 30, 60, 90 ആണെങ്കിൽ ഏറ്റവും വലുത് 2 ആണ്. ഇതിന്റെ പകുതിയായിരിക്കും ഏറ്റവും ചെറുത്. ഇതിന്റെ പകുതി ഏറ്റവും ചെറുതല്ല 30 ഓഗസ്റ്റ്. ഇത് 1 ഇത് 1√3 ആണല്ലോ എന്ന് പറഞ്ഞാല് ഈ ദൂരം 1 ഇത് 1√3 കേട്ടോ. ഇതേ കോമ ഇത് അതായത് കൂടെ നോക്കണം. ഇത് നെഗറ്റീവിലാ പറയാം, സെക്കൻഡ് ക്വാഡ്രന്റിലല്ലേ. അപ്പൊ 1 ഉണ്ട് ഇങ്ങോട്ട്, പിന്നെ ഇത് √3 അങ്ങോട്ടും പറയുമ്പോ ഇത് നെഗറ്റീവിലാ പറയാം. സോ -1, ഇതായിരിക്കും എന്ത് ഇതിന്റെ സൂചകസ്ഥാനം. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു സെഷനോട് അവസാനിക്കാണ്. അടുത്ത സെഷനിൽ പുതിയ കൺസെപ്റ്റുമായിട്ട് നമ്മൾ